AAP നേതാവ് പ്രത്യേകിച്ച് രാജ്യസഭ എംപിക്ക് നേരെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PAയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്ന വെളിപ്പെടുത്തൽ. ഈ ആക്രമണ പരാതിയിൽ കേസ് എടുത്തതിന് പിന്നാലെ സ്വാതി മാലിവാളിനെതിരെ അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാർ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി, അനുമതിയില്ലാതെ മുഖ്യമന്ത്രി താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് അതിക്രമിച്ചു കയറി എന്നുമാണ് ആരോപണം. ബിഭവ് കുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഇതിപ്പോൾ വാദിയെ പ്രതിയാക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ അതിക്രമിച്ചു കയറിയെങ്കിൽ, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെങ്കിൽ അതിനൊക്കെ നേരത്തെ പരാതി നൽകാനുള്ള സമയമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇപ്പോഴിങ്ങനെ ഒരു പരാതി ഉണ്ടാകുന്നു? ബിഭവിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം പോലീസ് ഓഫീസിലൊക്കെ എത്തി രേഖകളും മറ്റുമൊക്കെ ശേഖരിച്ച പശ്ചാത്തലമുണ്ടല്ലോ. അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ആം ആദ്മി പാർട്ടിയെ വെട്ടിലാക്കുന്ന സംഭവമാണ് സ്വാതി മാലിവാളിന്റെ പരാതി. കാരണം സ്വാതി മാലിവാൾ ഇന്നലെയാണ് സ്വാതി മാലിവാളിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തത്. അതായത് തന്നെ ആക്രമിച്ചു, അടിവയറ്റിൽ ചവിട്ടി അടക്കമുള്ള ഗുരുതരമായ പരാതിയാണ് സ്വാതി മാലിവാൾ ഉന്നയിച്ചിരുന്നത്. അതിനൊരു കൗണ്ടർ പരാതി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ബിഭവ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. ബിഭവ് കുമാർ പറഞ്ഞിരിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് സ്വാതി മാലിവാൾ ഇത്തരത്തിൽ ഓഫീസിലേക്ക് എത്തിയതെന്നാണ്. തുടർന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അതിനുശേഷം അനുമതിയില്ലാതെ, കാരണം കെജ്രിവാളുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ഉണ്ടായിരുന്നില്ല, അനുമതിയില്ലാതെ ഓഫീസിൽ കയറാൻ ശ്രമിച്ചു. മാത്രവുമല്ല സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ളവരുമായി വാക്കുതർക്കമുണ്ടായി. തുടർന്ന് അവർ മടക്കി അയക്കുകയായിരുന്നു എന്നാണ് പരാതി. മറിച്ച് തനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ബിഭവ് കുമാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്, ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിൽ സ്വാതി മാലിവാളിനെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം മന്ത്രി അതിഷി മെർലാന ഇന്നലെ വ്യക്തമാക്കിയത് BJPയുടെ തിരക്കഥ അനുസരിച്ചാണ് സ്വാതി മാലിവാൾ പ്രവർത്തിക്കുന്നെന്ന ആരോപണം അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണം ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ആം ആദ്മി പാർട്ടി ആർക്കൊപ്പമാണ് ഈ വിഷയത്തിൽ എന്നത് വ്യക്തമാണ്. നേരത്തെ സഞ്ജയ് സിംഗ് ഇത്തരത്തിൽ ബിഭവ് കുമാറിന് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുന്നു. അതായത് ബിഭവ് കുമാറിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഡൽഹി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. പോലീസ് ഇന്നലെ ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പ്രത്യേകിച്ച് CCTV അടക്കമുള്ളവ പരിശോധിക്കുന്ന നടപടിയിലേക്കും പോലീസ് കടന്നിരുന്നു. അതിനിടയിൽ ഇപ്പോൾ സ്വാതി മാലിവാൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് CCTVയിൽ ടാമ്പറിംഗ് നടന്നു എന്നുള്ളൊരു ഗുരുതരമായ ആരോപണം സ്വാതി മാലിവാളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതായത് ഈ വിഷയത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടാണ് സ്വാതി മാലിവാൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാകും. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ BJP ഏറ്റെടുത്തിരിക്കുന്നു. BJP ദേശീയ അധ്യക്ഷൻ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. അതായത് കെജ്രിവാൾ ഓരോ ദിവസം കഴിയുന്തോറും കെജ്രിവാൾ തുറന്നു കാട്ടപ്പെടുകയാണ്, കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തുറന്നു കാട്ടപ്പെടുന്നു എന്ന പ്രതികരണമാണ് JP നഡ്ഡയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹി വോട്ടെടുപ്പിലേക്ക് പോകുന്നത് 25-ാം തീയതിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം ഒരു ആയുധമാക്കി മാറ്റുകയാണ് BJP. ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ആണ് രാകേഷ് പങ്കുവച്ചത്. ഇനി